ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു ബൈക്കിൽ കൊണ്ടുവന്ന കാർ അങ്ങനെ ഇടിച്ചു നിർത്തിയത് കൊണ്ട് സച്ചി രക്ഷപ്പെട്ടു. അങ്ങനെ സച്ചി ആ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുക. അപ്പോഴാണ് ഇതായിരിക്കുന്നു നമ്മുടെ SI അരുൺ. അപ്പോൾ അരുണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഒന്ന് പതറി. അപ്പോൾ അരുണിന് സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം. എടാ, നിനക്ക് കണ്ണു കണ്ടുകൂടെടാ? ഹോ അത് ശരി, നീ എന്നെ കൊല്ലാമെന്നാണല്ലേ? അതുകൊണ്ടല്ലേടാ നീ എൻ്റെ ബൈക്കിലിടിച്ചത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ സാറേ, അല്ല സാറേ, ഞാൻ എന്തിനാണ് സാറെ കൊല്ലാൻ വേണ്ടി വരുന്നത്? സാറേ, എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയി സാറേ, അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇടിച്ചു നിർത്തണമെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷെ ഇത് സാറിൻ്റെ ബൈക്കാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു സാറേ എന്നും പറഞ്ഞുകൊണ്ടായി നിൽക്കുന്നത്. എന്നിട്ട് നീ പറയുന്ന മുഴുവനും പച്ചക്കള്ളോടാ. നിനക്ക് എന്നോട് മുൻവൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. തക്കം കിട്ടണം ഇത് നോക്കി നീ എന്നെ ഉപദ്രവിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാടാ നീ മനഃപൂർവ്വം എൻ്റെ ബൈക്കിലേക്ക് തന്നെ വന്നിടിച്ചത്. നീ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തതാടാ. അയ്യോ സാറേ, അനാവശ്യങ്ങളൊന്നും പറയരുത് സാറേ. ഞാൻ കൊല്ലാൻ വേണ്ടി ഒന്നും ചെയ്തില്ല സാറേ. ഞാൻ എന്തിനാണ് സാറേ അങ്ങനെ ചെയ്യുന്നത് സാറേ? സത്യമായിട്ടും എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയിരിക്കുകയാണ് സാറേ. ഞാനത് എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാറേ. അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഒന്ന് നിർത്തണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാറിൻ്റെ ബൈക്കാണ് എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല സാറേ എന്നൊക്കെ പറയാണ്. എടാ, നീ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്. നിന്റെ കൊലപാതക കുറ്റത്തിൻ്റെ പേരില്ലേ, നിന്റെ പേരിൽ ഞാൻ കേസ് എടുക്കൂടാ എന്നൊക്കെ ഇങ്ങനെ അരുൺ പറയാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പോലീസുകാരൻ വേണം എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടോ, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ എപ്പോഴും നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൻ ഇവനാണ്. ഇവൻ ഇപ്പോഴേ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ച് നോക്കിയടോ. എൻ്റെ ബൈക്കിലിട്ടാണ് അവൻ കാർ ഇടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? ഞാൻ എൻ്റെ കട്ട പോകുകയായിരുന്നില്ലേ? ഇവൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് നോക്ക്. ഒരു പോലീസ് ഓഫീസറെ നടു റോട്ടിൽ വെച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചിരിക്കുന്നുവൻ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സാറേ, ഈ സാറ് പറയുന്ന മുഴുവൻ പച്ച കള്ളാണ്. ഞാൻ എന്തിനും ഇദ്ദേഹത്തെ കൊല്ലാൻ നോക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയത് വളരെ സത്യം തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ കയറി പരിശോധിച്ച് നോക്കിക്കോ. ഇവൻ പറയുന്ന മുഴുവനും പച്ച കള്ളമാണ് സാറേ എന്ന് പറയാം. ഏതായാലും നിൻ്റെ വണ്ടി ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എടുക്കുകയാണ്. നീ വരണ്ട. ഏതായാലും നിൻ്റെ വണ്ടി സ്റ്റേഷനിലേക്ക് എടുത്തിട്ട് നിൻ്റെ ലൈസൻസും കട്ടുമാക്കോടാ. നീ അത് കണ്ടോ? നിനക്കിട്ടുള്ള പണി വരാനായിട്ട് പോകുന്നേ ഉള്ളൂ. നീ എന്നെ കൊല്ലാനായിട്ട് നോക്കുന്നു അല്ലേ? നിന്നെ കാണിച്ചു തരാം. അയ്യോ സാറേ, എൻ്റെ ലൈസൻസ് കട്ടാക്കരുത് സാറേ. എന്തൊക്കെയാണ് സാറേ പറയുന്നത്? എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകരുത് സാറേ. അങ്ങനെ മറ്റേ പോലീസുകാരനോട് താൻ പോയി വണ്ടി എടുക്കടോ. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ വണ്ടിയിൽ കയറരുത്, ആ വണ്ടിക്ക് ബ്രേക്കില്ല, സത്യമായിട്ടും വണ്ടിക്ക് ബ്രേക്കില്ല. അവൻ അങ്ങനെ പച്ച കള്ളത്തരങ്ങൾ പറയും. നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് സ്റ്റേഷനിലേക്ക് നേരെ പോ എന്ന് പറയാ. അയ്യോ, ഞാൻ പച്ചക്കള്ളം അല്ല പറയുന്നത്, സത്യമാണ് സാറേ. അങ്ങനെ ഇയാൾ അതൊന്നും കേൾക്കാതെ ആ വണ്ടി എടുത്തിട്ട് നേരെ വിട്ടഴിച്ച് പോവുകയാണ്. എടാ, നീ സ്റ്റേഷനിലേക്ക് വന്നു പോകരുത്. നിന്റെ വണ്ടി കിട്ടുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. നിന്റെ ലൈസൻസ് ഞാൻ കട്ടാപ്പിക്കോടാ. എടാ, നേരത്തെ നടന്ന പോലെ സംഭവങ്ങളല്ല, ഇതേ കൊലപാതക ശ്രമമാണ്, കൊലപാതക ശ്രമം. അപ്പോൾ നമ്മുടെ സച്ചി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്താടാ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സാറിനൊരു പരിക്കും സംഭവിച്ചിട്ടില്ല, ബൈക്കിനും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതെനിക്ക് പ്രൂഫ് വേണ്ടേ? അതിനാണ് സാറേ ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയാണ് ഈ അരുൺ. ഇനി നീ ഫോൺ ഉപയോഗിക്കണ്ട. അയ്യടാ, അവൻ്റെ ഒരു വീഡിയോ. നീയേ കാറിന് ഇടിച്ചെന്നുള്ള തെളിവ് ഇവിടെ എല്ലാവരും കൺമുന്നെയാണ് നീ കാറിനിട്ട് ഇടിച്ചത്. നീ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചാണ്, മുൻവൈരാഗ്യം തീർക്കാനായിട്ട് ശ്രമിച്ചാണ്. ഇനി നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് അരുണും പോവാണ്. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ സാറിനാണെങ്കിൽ നേരത്തെ മുതൽ വൈരാഗ്യം ഉണ്ടല്ലോ സച്ചിയോട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നേരെ സ്റ്റേഷനിലേക്ക് പോകണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഗുണ്ടകൾ നേരെ ആൻ്റണിയെ വിളിക്കുക. അപ്പോൾ ആൻ്റണിയെ വിളിച്ചിട്ട് എന്തായുടെ കാര്യങ്ങൾ, സച്ചിയുടെ വണ്ടി ഇടിച്ചോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇടിച്ചു. അവൻ ഇടിച്ച് നിർത്തിയത് ഒരു ബൈക്കിലേക്കാണ്. പക്ഷേ അതൊരു പോലീസ് ഓഫീസറിൻ്റെ ബൈക്ക് ആയിരുന്നു. ആ പോലീസ് ഓഫീസർ ഇപ്പോൾ പറയുന്നതേ നീ എന്നെ കൊല്ലാനായിട്ട് ശ്രമിച്ചു, അതുകൊണ്ട് നിനക്ക് വണ്ടിയും തരില്ല, ലൈസൻസ് ഞാൻ കട്ടാക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവർ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആൻ്റണി നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും തൽക്കാലം ആശ്വാസം കിട്ടി. അവൻ്റെ ലൈസൻസും അവൻ്റെ വണ്ടിയും വിട്ടു കൊടുക്കൂലല്ലോ, അത് തന്നെ മഹാഭാഗ്യം. രേവതിക്ക് ഇങ്ങനൊരു തിരിച്ചടി തൽക്കാലം മതി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. സച്ചിക്ക് ഭയങ്കര സങ്കടം. അങ്ങനെ സച്ചി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക. അപ്പോഴേക്കും
ദേ ആ സച്ചിയുടെ ഫോണാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എന്താ വേണ്ടത്? സാറേ എൻ്റെ വണ്ടി ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു സാറേ. എൻ്റെ ലൈസൻസും കട്ടാക്കുമെന്ന് പറയാം. എൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഫോണോ? തൻ്റെ ഫോണൊന്നും എടുക്കാനായിട്ട് സമ്മതിക്കില്ല. CI സാറേ, തൻ്റെ ഫോൺ കൊടുക്കേണ്ടതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇല്ല, ഒരിക്കലും നടക്കില്ല സാറേ. എന്തിനാണ് സാറേ എൻ്റെ ഫോൺ പിടിച്ച് വെച്ചിരിക്കുന്നത്? എൻ്റെ ഫോൺ ഇങ്ങോട്ട് താ സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയുടെ കോള് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ രേവതിയുടെ കോള് തന്നെ, സാറേ എൻ്റെ ഫോൺ അടിക്കുന്നത് സാറേ ഇങ്ങനത്തെ അതാ സാറേ ഫോണ്, ഞാൻ എടുത്തോളാം ഫോൺ അടിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇയാൾ തന്നെ ഫോൺ എടുക്കുക. ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും രേവതി പറയുകയാണ്, കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് പോയത്. എന്നിട്ടൊന്നും എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലല്ലോ. പെട്ടെന്ന് ഇങ്ങോട്ട് വാ, എന്തെങ്കിലും കഴിക്കാം. നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളാരാ? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലാണ് വിളിച്ചത്. ഇതാരാ നിങ്ങളെന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ ഫോൺ എടുത്തത് എന്ന് രേവതി ചോദിക്കുകയാണ്. അപ്പോൾ കഴിയുമ്പോൾ, ഓഹോ അത് ശരി, അപ്പോൾ ഇവൻ്റെ ഭാര്യയാണ് നിങ്ങളല്ലേ? ഞാനേ പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസറോ? എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും, നിങ്ങളുടെ ഭർത്താവേ ഇപ്പം പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിലോ? എന്തിനു വേണ്ടി? എന്താ എൻ്റെ ഭർത്താവ് ചെയ്ത കുറ്റം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അതേ ഞങ്ങളുടെ സാറിനെ അവൻ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിച്ചു, അതിനു വേണ്ടി. ദൈവമേ, എന്തൊക്കെയാ സാറേ എന്തൊക്കെയാ സാറേ ഈ പറയുന്നത്? എൻ്റെ ഭർത്താവ് പോലീസുകാരനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെന്നോ? എന്തൊക്കെയാ പറയുന്നത്? കൂടുതലൊന്നും പറയാനില്ല. അവൻ്റെ വണ്ടിയും വിട്ടു കൊടുക്കൂല, ലൈസൻസും കട്ടാക്കും ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുക. സച്ചിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിൽക്കുകയാണ്. സാറേ എന്തിനാണ് സാറേ അങ്ങനെയൊക്കെ പറഞ്ഞത്? സാറേ എൻ്റെ ഫോൺ ഇങ്ങോട്ട് സാറേ സാറേ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ അരുൺ വരിക. അപ്പോൾ അരുൺ വന്നിട്ട് ഇതിലുള്ള വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ സാറേ എല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് പറയാം. ഈ സാറേ ഇവൻ്റെ ഫോൺ വേണമെന്നാണ് പറയുന്നത്. തൽക്കാലം ഇവൻ്റെ ഫോൺ ഇപ്പോൾ കൊടുക്കണ്ട. ഫോണേ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. ഫോൺ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്താ വിചാരിച്ചേടാ? നിനക്ക് അങ്ങോട്ട് രക്ഷപ്പെട്ട് കളയാന്നാ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നീ അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ടു. പക്ഷെ പൊന്നും മോനെ, നീ ഈ പ്രാവശ്യം രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ലടാ. അപ്പോൾ വേറൊരു പോലീസുകാരോട് വരികയാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, സാറേ ദയവ് ചെയ്ത് സാറേ എൻ്റെ കാറ് തരണം സാറേ. ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് സാറേ. ഞാൻ ഈ സാറിനെ കൊല്ലാനൊന്നും ശ്രമിച്ചിട്ടില്ല. എടോ താൻ എന്ത് പ്രവൃത്തിയാണ് ഈ നടുറോഡിൽ വെച്ച് കാണിക്കുന്നത്? തനിക്കെതിരെ കേസെടുക്കാനായിട്ട് പോവാണ്. ഇനി തനിക്ക് ആരെ വന്നാലും തന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരു കൊലപാതക ശ്രമം നടത്തിയിട്ട് താനെ ഞെളിഞ്ഞടക്കാമെന്നൊക്കെ താൻ വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാർ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ വിളിച്ചു പോവുകയാണ്. സച്ചിക്കാണെങ്കിൽ ഇവരുടെ എന്ത് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നുമില്ല. ഇങ്ങനെ സച്ചി, ഇനിയിപ്പോൾ താൻ ഇവിടെ തന്നെ നിൽക്ക്. തന്നോട് ഇങ്ങോട്ട് ആദ്യം വരണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ താൻ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് താൻ ഇങ്ങോട്ട് വന്നത്? താൻ എന്ത് ആവശ്യത്തിന് വേണ്ടി താൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളോടൊന്ന് പോവാണ്. അപ്പോൾ അരുണാണെങ്കിൽ, പെട്ടടാ, നീ പെട്ടു. നീ എനിക്കിട്ട് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നീ രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കണ്ടടാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ സച്ചി സങ്കടപ്പെട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് രേവതി സ്കൂട്ടറിൽ പാഞ്ഞെത്തുന്നത്. അയ്യോ സച്ചിയേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഓടി ചെല്ലുകയാണ്. എന്താ പറ്റി സച്ചിയേട്ടാ? എന്തിനാണ് സച്ചിയേട്ടാ ഇങ്ങനെ? എന്തൊക്കെയാണ് ഓഫീസർമാർ പറഞ്ഞത്? എനിക്കൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല സച്ചിയേട്ടാ. എന്താ സംഭവിച്ചത്? സച്ചിയേട്ടന് ആ പോലീസ് ഓഫീസറെ കാറടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത് രേവതി. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് രേവതി. ഇല്ല, സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവരെന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിയത്? എൻ്റെ രേവതി, കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ല. ആ ബ്രേക്ക് ചവിട്ടിയിട്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. എവിടെയെങ്കിലും ഇടിച്ച് നിർത്തണമെന്ന് മാത്രമേ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ആ ബൈക്കിൽ പോയാണ് ഇടിച്ചത് എൻ്റെ രേവതി. കാറിന് ബ്രേക്ക് ഉണ്ടായിരുന്നില്ലെന്നോ? ദൈവമേ, കാറിൻ്റെ ബ്രേക്ക് ആരാണ് ഊരി വിട്ടത്? കാറിനെങ്ങനെ ബ്രേക്ക് ഇല്ലാതെ വന്നു? അതൊന്നും അറിയില്ല. നമ്മൾ കാറിൻ്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. ഇല്ല സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്നും കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ല. അതിന് മാത്രം ഒരു തെറ്റൊന്നും സച്ചിയേട്ടൻ ചെയ്തില്ലല്ലോ. സച്ചിൻ്റെ കാറിൻ്റെ ബ്രേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എവിടെയെങ്കിലും ചവിട്ടി നിർത്താനായിട്ട് നോക്കി. അതിന് കാരണം ബൈക്കിനൊന്നും സംഭവിച്ചില്ല, ആ പോലീസ് ഓഫീസർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ കൊലക്കുറ്റത്തിൻ്റെ കേസൊക്കെ ഇങ്ങനെ എടുക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, ഇതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാണ് എൻ്റെ രേവതി. അവരൊന്നും അത് വിശ്വസിക്കുന്നുണ്ടോ? അവരൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല. പിന്നെ എന്ത് ചെയ്യാനാണ് രേവതി? ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല സച്ചിയേട്ടാ. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അവർക്കിട്ട് നല്ല പണിയാൻ കൊടുക്കണം. ഞാൻ ഏതായാലും അങ്ങോട്ട് ചെല്ലാന്നൊക്കെ പറയും. വേണ്ട രേവതി, ഇതിപ്പോൾ ഞാൻ വിട്ടുകൊടുക്കുന്നത് തയ്യാറല്ല. ഞാനൊന്ന് പോയി ചോദിക്കട്ടെ. വേണ്ട സച്ചിയേട്ടാ, വേണ്ട. സച്ചിയേട്ടൻ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. പിന്നെ എൻ്റെ വണ്ടിയും വെച്ച് എൻ്റെ ലൈസൻസും കട്ടാക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കേണ്ട രേവതി. അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ വണ്ടി ഓടിച്ചാൽ ജീവിക്കണേന്ന്. അപ്പോൾ ഒരു ലൈസൻസ് കട്ടാക്കിയാലോ പിന്നെ നമ്മുടെ ജീവിതമാർഗ്ഗം മുട്ടൂലേ? അതിനുള്ള പരിപാടി മുഴുവനാണ് അവൻ ചെയ്യുന്നത്. എന്നിട്ട് എപ്പോഴേക്കും സച്ചിയേട്ടാ ഒന്ന് സമാധാനപരമായിട്ട് നിൽക്ക്.
ഇപ്പോൾ ഒരു പ്രശ്നം സച്ചേട്ടൻ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളൂ. സച്ചേട്ടനെ ഉറപ്പായിട്ടും ജയിലിൽ കൊണ്ടിടും. മണ്ടത്തരം കാണിക്കാനായിട്ട് നിൽക്കല്ലേ. എന്താ വേണ്ടതെന്ന് നമുക്ക് സാവകാശം നോക്കാം. അത് മാത്രമേ നമുക്കിനി ഒരു വഴിയുള്ളൂ. അല്ലാതെ സച്ചേട്ടൻ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നത്തിന് മേലെ പ്രശ്നമാകും. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറയുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയുടെ കാർ ഓടിച്ചുകൊണ്ട് പോയി ആ പോലീസ് ഓഫീസർ കൈ ഒടിഞ്ഞിട്ട് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് വരിക. കൂടെ ഒരു മെക്കാനിക്കും ഉണ്ട്. അപ്പോൾ നേരെ അരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താടോ താനെന്താണ് ഇത്ര വൈകിയത്? ഇതെന്താ കൈക്ക് എന്ത് പറ്റൂ? എൻ്റെ പൊന്നു സാറേ, അയാൾ പറഞ്ഞ സത്യം തന്നെ. ആ വണ്ടിക്ക് ഇതില്ലായിരുന്നു, ഈ ബ്രേക്ക് ഇല്ലായിരുന്നു. ഇത് കേട്ട അരുൺ ചുറ്റുപാടൊന്ന് നോക്കുക, ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നറിയാം. എടോ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാം. എന്താ സാറേ ഇവിടെ നിന്ന് സംസാരിച്ചാൽ വാടോ, പുറത്തേക്ക് പോകാം. അങ്ങനെ ഇവർ മൂന്നുപേരും കൂടി ആ കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. താനെന്താ പറഞ്ഞു വന്നത്? ഈ കാറിന് ബ്രേക്കില്ലെന്നോ? അതേ സാറേ, ഈ കാറിന് ബ്രേക്കില്ല സാറേ. സാറിനോട് കാർ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞില്ലേ? ഞാൻ കാർ എടുത്തുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്കില്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞാനൊരു മൺകൂനയിലേക്ക് ചെന്നേ കാർ ചവിട്ടി നിർത്തി. ആ ഇടിയുടെ ആഘാതത്തിലെ എൻ്റെ കൈക്ക് ചെറിയൊരു പരിക്ക്, വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് ബാൻഡേജ് ചെയ്തു, അത്രയും മാത്രമേ ഉള്ളൂ സാറേ. അല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ട പോകുകയായിരുന്നു സാറേ. ആ സച്ചി പറഞ്ഞില്ല, അയാളൊരു പാവമാണ് കേട്ടോ. അയാൾ പറഞ്ഞാലും സത്യം തന്നെയാ. ഈ കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത് മെക്കാനിക്കാ, ബ്രേക്ക് എല്ലാം ശരിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാ. ഇത് കേട്ട് അരുണാണെങ്കിൽ അതെ, ഈ കാര്യം നമ്മളല്ലാതെ വേറെ ആരും അറിയണ്ട. അപ്പോൾ ഈ മെക്കാനിക്കിനെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അതെന്താ സാറേ, അതെന്താ അങ്ങനെ അറിഞ്ഞാൽ? ഞാൻ പറയുന്നത് താൻ അങ്ങോട്ട് കേട്ടാൽ മതി. നമ്മളല്ലാതെ വേറെ ആരും ഈ കാര്യം അറിയണ്ടായെന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ സന്തോഷത്തോടെ മതി മറന്നു വരിക. മീരേ മീരേ എന്ന് വിളിച്ചുകൊണ്ട്, മീരേ നീ അറിഞ്ഞോ മീരേ കാര്യങ്ങൾ? ആ ഞാൻ അറിഞ്ഞു. ആ സച്ചിയുടെ കാർ ആക്സിഡൻ്റ് ആയതല്ലേ, പാവം സച്ചി. അവൻ്റെ ബ്രേക്ക് പൊട്ടിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അവനെ സംഭവിച്ചായിരുന്നില്ലേ നീ കൊലക്കുറ്റത്തിന് പോവുമായിരുന്നു ജയിലിലേക്ക്. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? സച്ചി എൻ്റെ കയ്യിൽ നിന്ന് അല്ല, ആൻ്റണി എൻ്റെ കയ്യിൽ നിന്ന് താക്കോലും മേടിച്ചത് അവൻ്റെ വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു വിടാനാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അതൊന്നും അറിയാത്ത സ്ഥിതിക്ക് ഞാനെന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അല്ല, നിന്നോട് ഇതാരാ പറഞ്ഞത്? എന്നോട് പറഞ്ഞ ആൻ്റണി തന്നെ. അവനേതായാലും സന്തോഷമായി, എനിക്കും സന്തോഷമായി. സച്ചിക്ക് അങ്ങനെ ഒരു പണി കിട്ടണം. അവൻ്റെ ഇനി കാറും പിടിച്ചെടുത്തു, ലൈസൻസും കട്ടാവും. അവൻ ഇനി ജോലിക്ക് പോകണ്ട. ഒരുപാട് അങ്ങോട്ട് അഹങ്കരിക്കുന്നുണ്ട് അവൻ എന്ന് ശ്രുതിയും പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.